സ്നേഹം കൂടെ എന്നോട് ചേർക്കുന്നുണ്ടല്ലേ? ഒത്തിരി ഉണ്ട്. മേരി ചേച്ചിയാണ് ഇവിടുത്തെ മസാല ബണ്ണിന്റെ മസാല സ്പെഷ്യലിസ്റ്റ്. അപ്പൊ മേരി ചേച്ചിയോട് ചോദിക്കാം. നല്ല പൂ പോലെ മൃദുലമായ ബ്രെഡാണിത്. ഇതുണ്ടോ, നമ്മൾ തൊട്ട് കഴിഞ്ഞ് എങ്ങനെ ഞെങ്ങും, അത്രമാത്രം സോഫ്റ്റ് ആണ്. വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായക്കൊപ്പം ഒരു കഷ്ണം ബ്രെഡ്, ഇത് മലയാളിയുടെ എക്കാലത്തെയും ശീലമാണ്. എന്നാൽ ബ്രെഡിൽ പരീക്ഷണങ്ങൾ വന്നതോടെ അത് മസാല ബണ്ണും തേങ്ങാ ബണ്ണും ക്രീം ബണ്ണും ഒക്കെയായി മാറി. കണ്ണൂർ ജില്ലയ്ക്ക് ബ്രെഡിന്റെ വിവിധ രുചികൾ സമ്മാനിക്കുന്ന എൻജോയ് എന്ന സ്ഥാപനത്തിന്റെ മുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. എൻജോയ്ക്ക് ബ്രെഡ് നിർമ്മാണം തമാശയല്ല, കുടുംബകാര്യമാണ്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ വനിതാ കൗൺസിലർ മീനയും ഭർത്താവ് സജിയും അദ്ദേഹത്തിന്റെ ഏട്ടൻ ജോയിയും ഭാര്യയുമാണ് ഈ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത ബ്രെഡ് നിർമ്മാണത്തിൽ നിലനിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് തുടക്കം പറഞ്ഞ ജനപ്രതിനിധിയായ മീന ചേച്ചി. മീന ചേച്ചിയാണ് ഈ എൻജോയ് ബേക്കിംഗ് ഹൗസിന്റെ സർവസ്വവും. അപ്പൊ മീന ചേച്ചിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്നതൊക്കെ. അപ്പൊ മീന ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. മീന ചേച്ചി ഇപ്പൊ എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നേ? നമ്മള് മൈദ എടുക്കുകയാണ് പ്രൊഡക്ഷന് വേണ്ടി. ഈ മൈദ നമ്മൾ എത്ര കിലോ സാധാരണ എടുക്കുന്നത്? 30 കിലോ എടുക്കും. 30 കിലോ എടുത്താൽ നമുക്ക് എത്രമാത്രം ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ബ്രെഡാണ്, ബ്രെഡ് ആകുമ്പോൾ ഒരു 110 നമുക്ക് ഈ 30 കിലോ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ മൈദ കൊണ്ടാണ് നമ്മൾ ക്രീം ബണ്ണും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. റസ്കും മൈദ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, മൈദ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പരിപാടികളൊക്കെ? ഈസ്റ്റ് ഇടും. ഈസ്റ്റ് എന്തിനാ ഇടുന്നത്? നമ്മളത് പൊങ്ങി വരാൻ വേണ്ടി, പൊളിക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് ഇടും. ഈസ്റ്റ് ഒരു പാക്കറ്റ് ആണോ സാർ നമ്മൾ ഇടുന്നത്? 2 പാക്കറ്റ് ഇടും. ഈ 30 കിലോ മൈദയ്ക്ക് 2 പാക്കറ്റ് ഈസ്റ്റ് ഇടും. വെള്ളം എത്ര പാക്കറ്റാണ് നമ്മൾ ഒഴിക്കുന്നത് സാധാരണ? പിന്നെ അത് 10 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. 10 ലിറ്റർ വെള്ളം. പിന്നെ അത് മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും. മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും. ഇത് കറണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ, ഈ മെഷീൻ അല്ലേ? ഇത് എത്ര സമയം ഇങ്ങനെ കുഴക്കണം? 30 മിനിറ്റ് കുഴയണോ ഈ സാധനം? ഓക്കെ. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ബ്രെഡും ഈ ബണ്ണും ഒക്കെ ഉണ്ടാക്കുന്ന ഫീൽഡിൽ തന്നെയാണ്. മണിച്ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കുഴയ്ക്കലും ആദിയായ കാര്യങ്ങൾക്കെല്ലാം മണിച്ചേട്ടൻ തന്നെയാണ് നേരിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിത് ആയി കഴിഞ്ഞ 15 മിനിറ്റ് സമയത്തേക്ക് നമ്മൾ സ്പോഞ്ച് അടിച്ചിടാന്ന് പറയുന്നത് അവിടെ ഇടും. ഈ സ്പോഞ്ച് അടിച്ചിടുക എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളത് മിക്സ് ആക്കി, അതായത് ഈസ്റ്റും വെള്ളവും മൈദയും കൂടെ മിക്സ് ആക്കി അതൊന്ന് പൊങ്ങി വരാനുള്ളൊരു സമയം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര, മിൽക്ക് പൗഡർ, വാനില പൗഡർ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ബ്രെഡ് ആക്കാൻ വേണ്ടി എടുത്ത്. ബ്രെഡ് ആക്കിയിട്ട് ഇടുന്ന ഈ ടേബിളിലേക്കാണ് അല്ലേ? ശരിക്കും ഈ 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് മൃദുലമാകും അല്ലേ? നല്ല മൃദുലമാകും. അപ്പോൾ ഈ ടേബിളിൽ കിടത്തിയിരിക്കുന്നത് മസാല ബണ്ണിന്റെ കൂട്ടിനെയാണ്. അപ്പോൾ മീന ചേച്ചി ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. മീന ചേച്ചി, ഇതെന്താണ് സംഭവം? ഇത് നമ്മളിപ്പം ബ്രെഡിനെല്ലാം മിക്സിങ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കുന്നത്? ഇതിൻ്റെ അകത്ത് നമ്മൾ മൈദയുണ്ട്, പഞ്ചസാര, വെള്ളം, മിൽക്ക് പൗഡർ, വാനില പൗഡർ. അപ്പൊ ഇത് 30 കിലോയുടെ മാവാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇതിന് എത്രമാത്രമാണ് പഞ്ചസാര വരുന്നത്? ഇത് 50 കിലോ. രണ്ടിനും കൂടി എടുക്കുന്നുണ്ട്. 50 കിലോ. എത്രമാത്രം പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് ഇതിന്റെ അകത്ത്? ഇതിന് 10 കിലോ പഞ്ചസാര കൊടുക്കും. 10 കിലോ പഞ്ചസാര. മിൽക്ക് പൗഡർ എത്രയാണ് വരുന്നത്? മിൽക്ക് 250 ആണ്. മിൽക്ക് പൗഡർ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് 250 ഗ്രാം ആണോ? പിന്നെ ഇതോ വാനിലയോ? 150 ഗ്രാം. ഇതിപ്പോ നമ്മൾ എന്നാ ചെയ്യുന്നത് പ്രധാനമായിട്ടും? ഇത് നമ്മളിപ്പം ബ്രെഡ് ചേച്ചി ഇതിപ്പം കട്ട് ചെയ്യുന്നത് എന്തിനാ ശരിക്കും? ബ്രെഡിന് വേണ്ടി. എത്ര ഗ്രാം വെച്ചാ കട്ട് ചെയ്യുന്നത്? 450 ഗ്രാം വെച്ച് കട്ട് ചെയ്യും. 450 ഗ്രാം വെച്ച് കട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് 400 ഗ്രാമിന്റെ
ബ്രെഡ് ബേക്കായി വരുമ്പോൾ 400 ഗ്രാമിന്റെ ഓക്കെ ബ്രെഡ് അപ്പോൾ 50 ഗ്രാം കുറയും. 450 ഗ്രാം വെച്ച് കഴിഞ്ഞാൽ 400 ഗ്രാം മാത്രമേ ബ്രെഡ് കിട്ടുള്ളൂ. അതിനകത്ത് 50 ഗ്രാം കുറയും. ആകെ 400 ഗ്രാം ആയിരിക്കും പാക്കറ്റിലുണ്ടാവും അല്ലേ? അത് പാക്കറ്റ് കണക്കാക്കിയിട്ടാണ് 450 ഗ്രാം ഇവർ ചെയ്യുന്നത്. ചേച്ചി എൽസി ചേച്ചി എന്തിനാ ഇപ്പൊ ഇത് പരത്തുന്നത്? ഇത് ബ്രെഡ് ഉണ്ടാക്കാൻ. ഇത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബ്രെഡ് എങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ മോൾഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെക്കും. ഇതിന് പറയുന്നത് ഇത് മോൾഡാണ് അല്ലേ? ശരിക്കും ഇത് മോൾഡ്. ഓക്കെ. ഇത് ബ്രെഡിന്റെ ആകൃതിയിൽ ഇതിനകത്ത് മെഷീൻ അച്ചിനകത്ത് വെക്കും. ഓക്കെ. ചേച്ചി എങ്ങനെ ഇത് പഠിക്കുന്ന വാസ്തവത്തില്? ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ വന്നതിന് ശേഷം പഠിച്ചേ? അതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു. വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ ചേച്ചിയുടെ? സുഖമുള്ള ജോലിയാണ് ഇതല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയും കാര്യങ്ങളും. തീർച്ചയായിട്ടും. അതെ അല്ലേ? അവിടെ അല്പം സ്നേഹം കൂടെ എന്നോട് ചേർക്കുന്നുണ്ടല്ലേ? ഒത്തിരി ഉണ്ട്. അല്പമല്ല, ഒത്തിരി ഉണ്ട്. നമുക്ക് ഇത് നന്നായി വരണ്ടേ? അതെ, തീർച്ചയായിട്ടും. മറ്റുള്ളവർ കഴിച്ച് എൻജോയ് ചെയ്യാന്ന് ചെയ്യണ്ടേ? എൻജോയ് ചെയ്യണം, അതാണ് നമ്മുടെ ഒരു അല്ലേ മോട്ടോ. ഇതാണ് നമ്മുടെ സൈചേട്ടൻ, എൻജോയ് ബ്രെഡിന്റെ എൻജോയ് ഗ്രൂപ്പിന്റെ ഓണർമാരിൽ ഒരാളാണ്. അപ്പൊ സൈചേട്ടൻ ഈ പൊക്കത്തിന്റെ രഹസ്യം ബ്രെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആണ് സൈചേട്ടാ? പൊക്കത്തിന്റെ രഹസ്യം ബ്രെഡ് അല്ല, ബ്ലഡ് ആണ്. സൈചേട്ടാ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ പിടിഗിരി കഴിഞ്ഞൊരു 20 വർഷം മുമ്പ്, 23 വർഷം മുമ്പ് മറ്റേ കട്ടപ്പനയിൽ മലബാർ ബ്രെഡിൻ്റെ മാനേജറായിട്ടൊരു 6 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ തുടങ്ങി അങ്ങനെ ഞാനും വേറെ 2 പേരും കൂടെ പയ്യാവരുള്ളൊരു ശ്രീകുട്ടനും പിന്നെ തിരുവഞ്ചൂര് കോട്ടയത്തുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വെള്ളൂർ കൂടി പടിയൂര് ഓജസ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഓജസ് അക്കാലത്ത് അത്യാവശ്യം ഫേമസ് ആയ ബ്രെഡാണ്. ഒരു 15 വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പടിയൂര്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് അപ്പം നല്ല രീതിയിൽ അത് ഈ പയ്യാവരുള്ള ശ്രീകുട്ടന് കൊടുത്തിട്ട് ഞാൻ ചേട്ടനെ കൂട്ടി ജോയിച്ചേട്ടനെ കൂട്ടി സ്വന്തമായി തുടങ്ങി. ഇവിടെ നാട്ടിൽ തുടങ്ങിയ ഫാമിലി ഒക്കെ ആയല്ലോ, അങ്ങോട്ട് പതുക്കെ മാറ്റാം. അന്ന് തൊട്ട് ഇതേപോലെ മണിയും മറ്റേ മേരി ചേച്ചിയും മേൽസം ചേച്ചിയും ഞങ്ങൾ കൂടെയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കുടുംബം പോലെ. അതെ, ഒരു കുടുംബം തന്നെ. ഒരു കുടുംബം. മണിയുടെ ശരിക്കും 20 വർഷമായി ഫീൽഡിലെന്ന് പറഞ്ഞില്ലേ? ശരിക്കും ഇപ്പോഴും ഈ ഫീൽഡിനെ സ്നേഹിച്ച് ഇവിടെ നിൽക്കാൻ കാരണം എന്താ? ഞാൻ കോഴിക്കോടായിരുന്നു. കഴിഞ്ഞ 14 വർഷം കോഴിക്കോടായിരുന്നു. അതിനുശേഷം അവിടെ പണിയെടുത്ത ശേഷമാണ് ഇവിടത്തേക്ക് വന്നത്. ഓക്കെ. ആദ്യമേ നമ്മളെ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പണിയെടുക്കാൻ. ഇപ്പോഴും എല്ലാവരും കോഴിക്കോട് ഫേമസ് ആണ് സീസൺ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട്. സീസൺ ബ്രെഡ്. ഓക്കെ. ആദ്യ കാലങ്ങളിൽ കണ്ണൂരൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ 7-ാം മൈലും അതിന്റെ ഇതുണ്ട്. ഓക്കെ. അവിടെയായിരുന്നു നമ്മൾ 14 വർഷത്തോളം അവിടെ പണിയെടുത്താണ്. പിന്നെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, തൊഴിൽ ഇഷ്ടപ്പെട്ടു പോയി, നന്നായി. തൊഴിൽ ഭയങ്കര രസമുള്ള തൊഴിലാണ് അല്ലേ? ഈ കമ്പനിയുടെ പേര് പോലെ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. എല്ലാവരും നല്ല സ്നേഹിക്കുന്നവരാണ്. ഇവിടെ ഏത് കമ്പനിയിൽ പോയാലും സ്നേഹമാണല്ലോ. അതെ. അതുകൊണ്ടും നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്നു. അതെ. അപ്പോൾ ഇത് മേരി ചേച്ചിയാണ് ഇവിടുത്തെ മസാല ബണ്ണിന്റെ മസാല സ്പെഷ്യലിസ്റ്റ്. അപ്പൊ മേരി ചേച്ചിയോട് ചോദിക്കാം ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യം. മേരി ചേച്ചി, ഇതെങ്ങനെയാണ് ഈ മസാല ഉണ്ടാക്കുന്നത്? ഇത് റസ്ക് ഓവണിൽ വെച്ച് ഉണക്കിയിട്ട് പൊടിക്കും. പൊടിച്ചിട്ട് ആ പൊടിയുടെ കൂട്ടത്തിൽ തേങ്ങ കൂടുതൽ കൂട്ടും. തേങ്ങയാണ് മെയിനായിട്ടും കൂടുതൽ കൂട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര, മിൽക്ക് മേഡ്, പിന്നെ ഇത് എന്താ പറയുക ഏലക്ക, വാനില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കളറ്, എസൻസ് ഒക്കെ കൂട്ടിയിട്ട്. ഓക്കെ. മേരി ചേച്ചി ഇപ്പൊ എത്ര വർഷമായി മസാല ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 6 വർഷമായിട്ട് മസാല സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ, മേരി ചേച്ചി ഉണ്ടാക്കിയാലേ മസാലയ്ക്ക് ടേസ്റ്റ് ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? 400 ഗ്രാമിന്റെ ബ്രെഡാണ് നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ പിന്നെ വെക്കുകയാണ്. ഈ ടോപ്പ് ഇടുന്നത് കൊണ്ടാണ് ഇതിന് ആ ഷേപ്പ് വരുന്നത്. അല്ലെങ്കിൽ അത് ഓവറായി പൊങ്ങിപ്പോകും. അപ്പൊ അതിന്റെ ആ ഷേപ്പ് വരത്തില്ല, ബ്രെഡിന്റെ ആ ഷേപ്പ് കിട്ടത്തില്ല. ഇപ്പൊ ടോപ്പും കൂടി ഇടുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ക്വയർ രീതിയിലുള്ള ഈ ചതുരത്തിൽ കിട്ടുന്നത് ശരിക്കും ഈ ഷേപ്പ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ആ അടപ്പിട്ട് വന്നു കഴിയുമ്പോൾ അതിൽ പൊങ്ങി വന്നു കഴിയുമ്പോൾ അതിൽ തട്ടി അവിടെ നിൽക്കുമല്ലോ. ഇതേ സ്ക്വയർ ഷേപ്പ് തന്നെ ആയിട്ട് വരും. ടോപ്പ് ഇട്ടില്ലെങ്കിൽ അത് പൊങ്ങി ഷേപ്പായിട്ട് സൈഡിൽ കൂടെ ഒക്കെ പോയി വൃത്തികേടായി പോകും. നമുക്ക് കടകളിൽ കൊടുക്കാനൊന്നും പറ്റില്ല, ആ പരുവത്തിലാവും. നമ്മള് ഇതെടുത്ത് ട്രോളിയിൽ വെക്കും. ഇതാണ് ഇപ്പൊ ട്രോളിയിൽ വെച്ച് ഇത് നമ്മളിപ്പം ഒന്ന് ചെയ്ത് വെച്ചതാണ്. ഏകദേശം ഒരു പകുതിയോളമായി ഇതിന്റെ പ്രോസസ് നടന്ന് പൊങ്ങി ഏകദേശം പകുതിയോളം. എത്ര സമയം കൊണ്ടാണ് ഇത് പൊങ്ങുന്നത് ശരിക്കും? നമ്മളൊരു 2-2.5 മണിക്കൂർ വെക്കണം. 2.5 മണിക്കൂർ വെക്കണം. ഓക്കെ. 2.5 മണിക്കൂർ കൊണ്ടാണ് ഇത് പൊങ്ങുന്നത് അല്ലേ? അതിനുശേഷം നമ്മളത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കിയും കൂടെ പൊങ്ങി അത്
ലെവലാവും. ഓക്കെ. ഇതിപ്പോ മസാല ബന്നിന് വേണ്ടിയാണ് ഇതിപ്പോ പരത്തുന്നത്. ഓക്കെ. മസാല ബന്നിന്റെ ആദ്യത്തെ ലെയറാണ് ഇത്. ഇത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലാണ് നമ്മൾ മസാല വെക്കുന്നത്. മസാല നമ്മുടെ ചോപ്പൻ മസാല വെക്കുന്നത്. മസാല വെച്ച് അതിന്റെ മുകളിൽ അത് പരത്തി ഇതുപോലെ തന്നെ പരത്തി അതിന്റെ മുകളിൽ കവർ ചെയ്യും. അത് പരത്തും, അതും കൂടെ പരത്തി ഇതിന് മുകളിൽ കവർ ചെയ്യും അല്ലേ? നമുക്ക് കാണാം. സെക്കൻഡ് പ്രോസസ്സ് ആദ്യം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് ഇത് ആദ്യത്തെ ലെയർ. ഓക്കെ. ഇതിലോട്ട് മസാല നിറച്ചു കഴിഞ്ഞു അല്ലേ? മസാല നിറയ്ക്കുന്നത്. അതിനുശേഷം അടുത്ത ലെയർ അതിന് മുകളിലോട്ട് വെച്ചു, കവർ ചെയ്യുന്നു. അതിന് മുകളിലോട്ട് വെച്ചു. അപ്പോൾ ഇത് ഓവനിൽ വെക്കുമ്പോഴത്തേക്ക് ഈ ചെറിയ ലെയർ വലുതാവും അല്ലേ? ചെറുതും ഇതടക്കം വലുതാവും. ഇത് നമ്മൾ ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്തതിന്റെ ഷേപ്പ് ആക്കണം, അടിച്ചു പരത്തി അതിന്റെ ഷേപ്പ്. രണ്ട് ഷേപ്പ് ചെയ്യണം അല്ലേ? രണ്ടും കൂടെ ഒന്നിച്ചുള്ള ആ ഷേപ്പ് വരണം. അങ്ങനെ ജോയിന്റ് ചെയ്യണം അല്ലേ? ചെയ്യണം. ജോയിന്റിന് ശേഷം ഇത് അടിച്ച് പരത്തി ഇനി മണിയുടെ പണിയാണ്. അപ്പം മണിച്ചേട്ടൻ ഇത് അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിച്ചേട്ടാ എന്തിനാ ഇത് അടിച്ച് പരത്തുന്നത് ശരിക്കും? അത് നല്ല ഷേപ്പായിട്ട് റൗണ്ടായിട്ട് വരാൻ വേണ്ടിയാണ് അടിച്ച് പരത്തിയിട്ട് റൗണ്ടായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതെ അല്ലേ? അതിങ്ങനെ ചെയ്ത ശേഷം നമ്മളിങ്ങനെ നല്ല റൗണ്ടാക്കി വെച്ച ശേഷം ഒരു കമ്പെടുത്തിട്ട് കുത്തും, ഇറുക്കിലെടുത്ത് കുത്തുന്നു. ഇതെന്തിനാ കുത്തുന്നത്? എന്തിനാ? അപ്പോൾ അതിൻ്റെ ഒരു കൊമളിച്ച് വരാണ്ടൊക്കെ നല്ല ഷേപ്പ് റൗണ്ടായിട്ട് വരാൻ വേണ്ടി. പക്ഷെ ആരെയും കുത്തി നോവിക്കരുതെന്നല്ലേ നമ്മൾ പറയുന്നത്? കുത്തുന്നില്ല, ഇതിനെ നോവിക്കാതെ കുത്തുന്നു. നോവിക്കാതെയാണ് കുത്തുന്നത്. അപ്പൊ അതിന്റെ നോവിച്ച ഇതിന്റെ ഷേപ്പ് പോകും. അപ്പൊ നോവിച്ച ഷേപ്പ് പോകും. അപ്പൊ നോവിക്കാതെ ചെയ്യണം. നോവിക്കാതെ ചെയ്യണം. അപ്പൊ ഈ ബണ്ണുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് മേനു ചേച്ചി അതീവ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. മേനു ചേച്ചി, ഈ ചടങ്ങിന്റെ പേരെന്താ? നമ്മളെ മസാല ബന്നിന് ഫിനിഷിങ്, ലാസ്റ്റ് ഫിനിഷിങ്. അതിനെന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഒന്നെങ്കിൽ മുട്ട അല്ലെങ്കിൽ പാൽപ്പൊടി. പാലഭിഷേകമാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെ പാൽപ്പൊടി ആണെങ്കിൽ പാൽപ്പൊടി കലക്കി. ഇപ്പൊ മിൽക്ക് മെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ആ പാലിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതിന്റെ ഒരു ഫിനിഷിങ് മുകൾ ഭാഗം ഫിനിഷ് ആയി വരാൻ ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന് പുറകിൽ അല്ലേ? പിന്നെ തുടക്കം തൊട്ട് എത്ര ഘട്ടങ്ങളായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? വൈകുന്നേരമാണ് കട്ടിങ് പരിപാടി. വൈകുന്നേരമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടി ആരാ വരുന്നത് കൂടുന്നത്? ഇത് ഞങ്ങളും ഉണ്ട്, പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട്, അവർ ബന്ന് ചെയ്യും. ബാക്കി നമ്മൾ രണ്ട് ചേട്ടനും ഞങ്ങളും തന്നെയാണ്, പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ. കട്ടിംഗ് മെഷീൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് മണിച്ചേട്ടൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മളിപ്പോൾ ബണ്ണായിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്, ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി ബണ്ണായിട്ടുണ്ട്. അപ്പം ബണ്ണ് നന്നായിട്ട് പൊളിച്ച് പൊന്തിയിട്ടുണ്ടല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലോട്ട് കയറ്റാൻ വേണ്ടി പോകണോ? ഇത് ഓവനാണ്. ഓക്കെ. അപ്പോൾ 180 ചൂടുണ്ട് അവിടെ. 180 ഡിഗ്രി ആണല്ലേ? അപ്പോൾ ഇതിങ്ങനെ തള്ളി. അപ്പോൾ അത് തുറക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ? ചൂടാണ്, നല്ല ഉഗ്രൻ ചൂടാണ്. നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ വേണ്ടി പറ്റില്ല. 180 ഡിഗ്രിയാണ് ചൂട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ? ചൂട് ടൈം സെറ്റ് ചെയ്യാം. എത്ര സമയമാണ് വേണ്ടതെന്ന്? 14 മിനിറ്റ് മതി. അപ്പോൾ 14-13 മിനിറ്റ് മതി. ഇത് ഓൾറെഡി ചൂട് സെറ്റ് ചെയ്താണ്. ടൈം നമ്മൾ ഓരോ സാധനത്തിന്റെ അനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ. 30 ബ്രെഡിന് ഒരു 10-15 ബണ്ണിന്, അങ്ങനെ മസാലക്ക് 12, അങ്ങനെ ഓരോ സാധനത്തിന്റെ ടൈം നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ ചൂട് കൂടിപ്പോയാൽ, സമയം കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. കളർ കൂടിപ്പോകും. അപ്പോൾ അതാണ് ഈ സമയം സെറ്റ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ. അലാറം അടിക്കും. കൃത്യ ആ സമയമാകുമ്പോൾ അലാറം അടിക്കും. ഓക്കെ. ഇപ്പൊ നിലവിലിപ്പം ബ്രെഡും ബണ്ണും കൂട്ടി കയറിയിട്ടാവുള്ള ബ്രെഡല്ല, ബണ്ണ് കയറിയിട്ടാവുള്ള ബ്രെഡ് കയറും. ഒരു 13 മിനിറ്റ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ. 13 മിനിറ്റ് കഴിയുമ്പോൾ പ്രത്യേകമായ ഒരു രൂപത്തിൽ ഒരു പുതിയൊരു അവതാരം പുറത്തിറങ്ങും അല്ലേ? വിപണിയിൽ കാണുന്നത് പോലെ നമ്മൾ. ഓക്കെ. മണിയുടെ ഇതിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ബേക്കിംഗ് ആയി. ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകണം അല്ലേ? ഇതാ ബണ്ണായിട്ടുണ്ട്, ബണ്ണും ക്രീം ബണ്ണും ആയിട്ടുണ്ട്.
ഇത് കണ്ടോ, ഇത് ഓവനിൽ നിന്ന് ഇപ്പോൾ എടുത്ത ഫ്രഷ് ആയ ക്രീം ബണ്ണാണ്. നല്ല ചൂടുണ്ട്, നമുക്ക് തൊടുമ്പോൾ കൈ പോലും പൊള്ളുന്നുണ്ട്. ഇനി എന്താ ചേച്ചി ഇതിന്റെ അടുത്ത പ്രോസസ്സ് എന്താ? നമ്മളിത് മുറിച്ചിട്ട് ക്രീം ഇടും. ക്രീമിന്റെ കൂട്ടെന്നാ ചേച്ചി? ക്രീമിന്റെ പഞ്ചസാര, ഡാൽഡ, പിന്നെ എസൻസും ഉണ്ടോ. ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഐറ്റം. ഇതിനകത്ത് പഞ്ചസാര, ഡാൽഡ, പിന്നെ എസൻസ് ആണ്. അപ്പം ഇതാണ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്രീം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതെന്താണ് ഈ ക്രീം എന്നുള്ള കാര്യം. ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. ഞാൻ റെഡിയായി എന്നുള്ള അറിയിപ്പാണ് ഈ അലാമിനോട് തന്നിരിക്കുന്നത്. ഇതാ മണിയേട്ടൻ ഈ വാതിൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്. വാതിൽ തുറക്കുമ്പോൾ ഇതാ സുന്ദരമായ മസാല ബൺ, ഇതാ നമ്മൾ കടയിൽ കാണുന്ന വിധത്തിൽ സുന്ദരമായ കളറോട് കൂടിയ, നമുക്കറിയാം അത് ഉണ്ടാക്കി വെച്ചപ്പം ആ കളറല്ലായിരുന്നു, ഇതാ ആ ബേക്കിങ്ങിൻ്റെ ആ ഒരു മനോഹാരിതയോട് കൂടി മസാല ബൺ പുറത്തിറങ്ങി. ഇതാ എന്ത് രസകരമാണ് ആ മസാല ബൺ, നോക്കൂ. അപ്പോൾ ഇത് മീന ചേച്ചിയുടെയും സൈ ചേട്ടൻ്റെയും മകനാണ് നവീൻ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് 6 വർഷമായിട്ട് ഈ ഹൗസിലെ, ഈ ബേക്കിംഗ് ഹൗസിലെ ബ്രെഡ് മുഴുവൻ പാക്ക് ചെയ്യുന്നത് നവീനും സഹോദരിമാരും കൂടിയിട്ടാണ്. നവീന എങ്ങനെയുണ്ട് ഈ പാക്കിംഗ് ഒക്കെ? നവീന സഹോദരിമാരും കൂടിയാണോ ചെയ്യുന്നത്? ഞാനുണ്ട്, വേറെ ആൾക്കാരും ഉണ്ട്. നല്ല രീതിയിൽ പോകും. എത്ര കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? 6 വർഷമായി. 6 വർഷമായി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ടാ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? ഞാൻ 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ടാണ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. സൈ ചേട്ടന്റെയും മീന ചേച്ചിയുടെയും രണ്ടാമത്തെ മകൾ നയന അല്ലേ? നയന എത്രയാണ് പഠിക്കുന്നത്? 8ല്. നയന എന്താണ് ഇവിടെ ചെയ്യുന്ന പരിപാടികളൊക്കെ എന്താണ്? പാക്കിംഗ് ആണ് ചെയ്യുന്നത്. ചേട്ടൻ്റെ കൂടെ സഹായിക്കും. അപ്പോൾ ഈ അലാം കേട്ടില്ലേ? ബ്രെഡ് റെഡിയായി എന്ന് ഓവൻ നമ്മെ വിളിച്ചറിയിക്കുന്നതാണ് ഈ അലാം. ഇതാ മണിച്ചേട്ടാ ഇതാ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന്റെ സമയം ഗേറ്റ് തുറന്നു, അതിന്റെ വാതിൽ തുറന്നു. ഇതാ ചൂട് ബ്രെഡ് ഇതാ നമ്മുടെ കൺമുമ്പിൽ. മണിച്ചേട്ടൻ ഇതുണ്ടോ, കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി അത്രയധികം ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. 180 ഡിഗ്രി അല്ലേ മണിച്ചേട്ടാ? 180 ഡിഗ്രി ചൂടിൽ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ഈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഇത് കോട്ടൺ കൊണ്ട് നിർമ്മിച്ച ഗ്ലൗസ് ആണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്ലാസ്റ്റിക് ആണ്, ഉരുകി പിടിക്കും. രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു രംഗപ്രവേശം എങ്ങനെയായിരുന്നു? അത് അപ്രതീക്ഷിതമായ ഒരു പ്രവേശനമായിരുന്നു. ഈ പ്രാവശ്യം ഇവിടെ വനിതാ വാർഡായതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. ഓക്കെ. അപ്പൊ പൊതുജനങ്ങളുടെ കാര്യം കഴിഞ്ഞാണ് ബാക്കി എല്ലാ കാര്യവും ശരിക്കും പറഞ്ഞാല്. അപ്പൊ ചേച്ചി ഒരു മികച്ച ജനപ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ നല്ല പൂ പോലെ മൃദുലമായ ബ്രെഡാണിത്. ഇതുണ്ടോ, നമ്മൾ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഞെങ്ങും, അത്രമാത്രം സോഫ്റ്റാണ്. അപ്പം മീന ചേച്ചിയും മണിച്ചേട്ടനും സൈച്ചേട്ടനും എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടാക്കുന്നത് അത്യന്തം ഹെൽത്തി, അതായത് ആരോഗ്യദായകമായ ഭക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. നോക്കിയാൽ ഈ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ് വിടുന്നുണ്ടോ, ഇങ്ങനെ അങ്ങ് നാവ് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണല്ലോ ആ പാലിൻ്റെ സ്വാദ് നമ്മുടെ നാവിൻ തുമ്പത്ത് കപ്പൽ ഓടിക്കും. ഇതാണ് വാസ്തവം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പം ചുട്ടെടുത്ത ചൂട് മസാല ബണ്ണും നല്ല കടുങ്കാപ്പിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല ബണ്ണിൻ്റെ രുചി നമുക്ക് പറയുക വയ്യ, അത്രമാത്രം ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.